രാവിലെ നീച്ചിരുന്നപ്പോൾ തന്നെ അസ്ലം സാർ 2 മക്കളും കൂടെ തല്ലൂടി കളിച്ചിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന കസാല കെട്ടി ഇവിടെ കസാല ചത്തുണ്ട്. കസാല ഭയങ്കര തൃപ്പതിയാണ് വിളിക്കുക. കസാലിട്ട് കളിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു വിഷാടകം വന്ന് അയാൾക്കുണ്ട് പിന്നെ അരിയൊക്കെ എടുത്ത് കൊടുക്കണം. നമ്മളെ നാട്ടിലത്തെ പഴയത് നമ്മളവിടെ നിന്ന് ഇപ്പോൾ ഒരു അരി വാങ്ങില്ല തോന്നുന്നു. ഇപ്പോൾ പൈസ തന്നെ നടക്കുള്ളൂ. കാശ്മീരിൽ വൈലോലാട്ടുള്ളത്. വൈലോല ഏറ്റവും മലൻ്റെ മുകളിലേക്ക് കയറിയതാണ്. വായിച്ച് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ലൈവ് ഇട്ടപ്പോൾ അപ്പം ഇങ്ങനെ കയറിപ്പോന്നാ. നല്ല രസമാട്ടോ ഇവിടുന്ന് മുകളിൽ നിന്ന് കാണാൻ ആ ടൗണൊക്കെ. നമ്മളെ വീട് അവിടെ താഴെ എവിടെയാണ് ആ പള്ളീൻ്റെ ചാരിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അവിടെ കണ്ടോ അതാണ് നമ്മളെ വൈലോ ടൗൺ എന്ന് പറഞ്ഞ ആ ഏരിയയിലായിട്ട് ഇങ്ങനെ വരും. പിന്നെ അവിടെ നിങ്ങൾ പുഴ ഇങ്ങനെ ഒഴിക്കണുണ്ടോ? ഒഴിക്കണില്ല, പുഴ വറ്റിക്കണം. ഒരു സൈഡിൽ കൂടെ അങ്ങനെ ചെറിയൊരു ഇതേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള വ്യൂ. പിന്നെ പോരാത്തതിന് സൂര്യാസ്തമയം കഴിഞ്ഞാണ്. അതുകൊണ്ട് തന്നെ എന്താണ് തണുപ്പാണ്. അവിടെ നമ്മളെ കുതിരാക്കണം അവിടെ ലൈവില്. എന്താ ചെയ്യാ, ഒരു വരിക്ക് അമ്മച്ചൊരു വീട് ചേട്ടാ ഫുള്ളി തുണി എടുത്താണ് ഇറങ്ങിക്കണം വീട് ലൈവ് ഇടാൻ. ആ അസ്ലം സാറിൻ്റെ മകൻ കേട്ടോ. അപ്പുറത്താക്കണ് ചന്ദ്രൻ. സൂര്യൻ പോണിന് മുമ്പേ ഇവിടെ ചന്ദ്രൻ വന്നതാണ്. ഏതായാലും നമ്മൾ നൈസ്. ഇനി താഴേക്ക് ഇറങ്ങുമ്പോൾ കാണിച്ചിട്ട് കുറച്ചുകൂടി ആ വരുന്ന ലൈവ് കൊടുത്താണ് അങ്ങനത്തെ സംഭവം. നല്ല രസമാണ്. എന്ന് വെച്ചാൽ കമ്പാട്ട് ചോളം അതിൻ്റെ ഇതാട്ടത് അജ്ജ് വെച്ച് വിട്ടോ ആയിക്കോട്ടോ ആയിക്കോട്ടെ എത്തും അജ്ജെന്ന് പറയില്ല. അങ്ങനെ പോവാനെ. കാശ്മീരികളെ കുറിച്ച് പറയുകയാണെങ്കിൽ കൃഷിയാട്ട പോലെ മെയിന്. പിന്നെ ഇവിടെ ആതിഥ്യ മര്യാദ അതാണ് എനിക്ക് രണ്ടാമത് പറയാനുള്ളത്. കാരണം നമ്മൾ വൈക്കന്ന് കണ്ട ആൾക്കാർ വരെ നമ്മൾ നിർത്തിയിട്ട് അവർ വീട്ടിലേക്ക് വരണോ അതേപോലെ നിൽക്കണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വയ്യ ഉണ്ടാക്കി പോവാണ്. ഇല്ലാത്ത വൈക്കൂടെ വെറുതെ ഇങ്ങനെ കയറതാണ്. ഈവനിങ് അവിടെ ഇരുന്നപ്പോൾ നല്ല രസം. പിന്നെ കഴിഞ്ഞോ നടന്നോ ഓനെ വജ്ജ കഴിഞ്ഞാലോ തിരിച്ചു അതിൽ കൂടെ പോരെ. ഓന ആ കമ്പത്തിൻ്റെ അടി കൂടെ അത് വരുന്നുണ്ടോ അവിടെ നോക്കി. അതുകൊണ്ട് ഒരു തല കണ്ട് ചെറുതായിട്ട് അതിനുള്ളിലൂടെ വജ്ജ് വെട്ടി വരുന്നുണ്ട്. നമ്മളിങ്ങനെ നടക്കാം. സംഭവം നല്ല രസമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ നാട്ടിലൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ കണ്ട ആ ഒരു ഏരിയ ആയിട്ട് തോന്നും. കാരണം അന്നൊക്കെ നമ്മളവിടെ നല്ല കൃഷിയും നെല്ലും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടേനി. ഇപ്പോൾ പറ്റ കുറവാണ് അതൊക്കെ. അതേപോലെ ഇടവഴികളൊന്നും ഇപ്പോൾ കാണില്ല. ഒന്നാമത് നമ്മൾ ഇറങ്ങി നടക്കായിട്ട് കയറാതെ അറിയില്ല. എന്നാലും ഭയങ്കര ഫീല്. ഒരു 90s കിഡ്സിന് നൊസ്റ്റാൾജി അടിക്കുന്ന ഫീല്. പെട്ടാ തിരിച്ചു വാ. ഈ വയ്യ കണ്ട് ചെറുപ്പത്തിൽ നമ്മൾ ഉരുളുരുട്ടിറങ്ങിയ വയ്യാണ്. ഇപ്പം അങ്ങനത്തെ വയ്യൊന്നും നമ്മളവിടെ കാണൽ കുറവാണ്. പണ്ട് കുറേ ഉണ്ട്. ഇനി ഒരാളത്തെ ഇനി കുറച്ച് അങ്ങോട്ട് എത്തിക്കണുണ്ട്. കല്ലിൻ്റെ അടി കൂടെ ഒക്കെ വയ്യുന്നു. നല്ല രസമാട്ടെ. ഇതൊക്കെ കണ്ട കമ്പൊക്കെ വെച്ച് ഈ കമ്പൊക്കെ മറന്ന് പോയി ഫുള്ള് മറ്റേ കുറ്റിയല്ലേ അവിടെ കുതിര മെയിന്. അവിടെ ഇപ്പോഴും സൂര്യൻ പോയില്ല കേട്ടോ. സൂര്യൻ ഇങ്ങനെ ഓരോരോ ഏരിയ സ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. കമ്പ ചൊറിയില്ല. നേരെ വാ. ഇപ്പോൾ ഒരു വരമ്പത്ത് കൂടെ കയറി വാ. ആന്നാ ഇനി റൈറ്റ് ആ ഒരു വരമ്പ് തന്നെ കയറി അത് കയറാ. ഞാൻ കൂടെ നടന്നു പോര്. വല്ലാത്ത ജാതി വജ്ജുണ്ടാക്കന്നെ ചെയ്യും. മറ്റോടെ കൊണ്ടുവരും. ചക്കനോടെ ഇട്ട് പോരല്ലേ കാണൂല. പൈസ അവിടെ കുതിരനെ വിളിച്ചിന്. ഇതൊക്കെയാണ് വൈബ് കേട്ടോ. ഇങ്ങനെ നാട്ടിൽ കൂടെ നടക്കുക, വണ്ടിയൊക്കെ ഇട്ട് പുള്ളിത്തുണിയൊക്കെ എടുത്ത്. അത് മരങ്ങളൊക്കെ ഞാനങ്ങനെ കൊഴിഞ്ഞോണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത മാസത്തോടു കൂടി ഇവിടെയൊക്കെ മഞ്ഞാവും. ഈ ഏരിയ ഫുള്ള് മഞ്ഞിൽ കുളിക്കുന്ന സമയമാവും. അപ്പോൾ ഈ കൃഷിയൊക്കെ എന്താ ഈ മഞ്ഞ വരുമ്പോഴേ കൃഷിയൊക്കെ എന്താവാ ശരി. ഈ ഏരിയയിലുണ്ടെങ്കിൽ ഫുള്ള് കൃഷി ഇതാട്ടോ മെയിനായിട്ട്. ഒന്നാമത് നല്ല മലൻ്റെ മുകളിലാണ് ഇവിടെ. ഫുള്ള് ചോള കൃഷിയാണ് ഇവിടെ. നല്ല വൈബാണ്. ഒന്നാമത് തണുപ്പായതുകൊണ്ട് നല്ല രസമുണ്ട് നടക്കാൻ. കിതപ്പുണ്ട് ഹൈറ്റ് കയറിയോണ്ട് ഇക്കാരം. അതുണ്ടോ അങ്ങനെ ലൈവ് ഇട്ട് കുറേ നേരമായി നടക്കണേ. ഇവിടുത്തെ വീടുകൾ കളിച്ചിട്ടോ. മെയിൻ മറ്റൊരു വരുമാനമാണ് ചാണകമല്ല പൈക്കൾ കേട്ടോ. പൈക്കളും പാലും എന്താ നേരം ഒന്നും വരാറില്ല. അങ്ങനെ പശുത്തൊയ്ത്തുണ്ടാവും നമ്മളെ ആ വീടിനെ ചായനുണ്ടാവുക. ശരിക്കും നമ്മൾ പറഞ്ഞാൽ നമ്മളെ പഴയ കളിച്ചാൽ നായി നിൽക്കണേ. കടിച്ചാൽ കാണാം. ഇതിൽ കൂടെ വഴിയുണ്ട് റോട്ടിലേക്ക്. നമുക്ക് ഇതിൽ കൂടെ ഇറങ്ങാനല്ലേ. അപ്പോൾ വെള്ളം മലൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം അത് എപ്പോഴും വലിച്ചുകൊണ്ടേ കയറാൻ നിൽക്കാത്ത വെള്ളം കേട്ടോ. റൂമിലേക്ക് എത്തി ഓല ആയിക്കൂടെ പോയിക്കണേ. നമ്മൾ റോട്ടിൽ വരട്ടെ. നമ്മൾ പരിന്ന് പറഞ്ഞ മാതിരി ടീഷർട്ട് ഇട്ടതൊക്കെ രണ്ടാ നടക്കണേ. ഇവിടെ പോലൊക്കെ ആണെങ്കിൽ സെറ്ററൊക്കെ ഇട്ട് നടക്കാം. ഇവർക്ക് നമ്മളത്തിന് തണുപ്പില്ല തോന്നുന്നുണ്ട്. ആ ചക്കനൊക്കെ സെറ്റർ ഇവിടെ എപ്പോഴും അത് നടക്കാം. അതാണ് ഇവിടുത്തെ വേറെ പോയി.
കെട്ടുകൾക്കിടയിലൂടെ പുറത്ത് വെള്ളം അങ്ങനെ ചാട്ടാം ഇതിലൂടെ ഇങ്ങനെ പോകാം കേട്ടോ. ഇവിടെ കുറേ കുട്ടികളെ പുറത്തിറങ്ങി കളിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ തുണി എടുത്ത് കണ്ടാണ് അന്തം വിട്ടോടെ നോക്കുന്നത് ഏതാ ജീവി എന്നുള്ളതൊക്കെ. കാരണം ഇവിടെ ആരും അങ്ങനെ തുണി എടുക്കില്ല. ഇവിടെ തോപ്പ് ടൈപ്പ് പരിപാടിയാണ്. ആപ്പിൾ കണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വെറുതെ നടക്കുന്നത് ആപ്പിളല്ലല്ലോ, വേറെ പോകാനാട്ടോ. ഈസിയാ ആ വിട്ടു നേരെ വിട്ടോ, വണ്ടി നേരെ വിട്. എന്താ മൂപ്പരെ പെരഞ്ഞെടുക്ക് കറക്റ്റാ. ുള്ള കുന്നുമലൊക്കെ ഇറങ്ങി ഇങ്ങനെ വന്ന് അസ്ലം സാറ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബൈക്കും പോലെ വെച്ചു, മൂന്നാൾ പോയിച്ചു. മൂന്നാൾ പോയി മൂപ്പർ തന്നെ ഇവിടുത്തെ പോലിച്ചു. ഞാൻ പിടിച്ചാൽ നമ്മളെ ഹെൽമെറ്റും വേണ്ട. അപ്പോൾ ചാവി എടുത്ത് തരും. പ്ലാൻ ബി, ഞങ്ങൾ കാർക്ക് മാറി കേട്ടോ. ഇതാണ് അസ്ലം സാറിൻ്റെ കാറ്. അപ്പോൾ ബൈക്ക് എടുക്കുന്നു, അടുത്ത് കാറിൽ പോകാം. വീണ്ടും തവേര ഇവിടുത്തെ വണ്ടികളൊക്കെ വരും, നല്ല പവറാട്ടോ ഇതൊക്കെ. മലയുടെ ടോപ്പ് എത്തിട്ടോ. ഇവിടെയാണല്ലോ അസ്ലം സാറിൻ്റെ പാരൻസിൻ്റെ ഇതുള്ളത്, ഗ്രാൻഡ് മാതറിൻ്റെ ഒക്കെ. ഇവിടെ കഴിഞ്ഞെല്ലാം കത്തി എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് വണ്ടി കാലം ഇവിടുത്തെ കറണ്ടും ഇതൊക്കെ കാത്ത് ചെയ്യണമെങ്കിൽ കറക്റ്റ് പ്രോപ്പർ നല്ല ഷോർട്ട് സർക്യൂട്ടിൽ പോയതാട്ടോ. ഇത് കത്തിയാലോ ആ പേരും കത്തിന്ന് പറഞ്ഞേ. അത് ഇപ്പൊ റീസ്റ്റോർ ചെയ്ത് ഇതിങ്ങനെ കിടക്കുന്നുണ്ട്, കത്തിക്കണ്ട ആകെ ഫുള്ള് കത്തിയായിരുന്നു. നമ്മളൊക്കെ അത് കത്തി പോയി നോക്കി, വയറ് പോയ വഴികളൊക്കെ കത്തിരിക്കണേ. കത്തി പോയിട്ടുണ്ട്, മണ്ണാണ്ട് കുഴപ്പമില്ല. പുതിയ വയറിങ്ങൊക്കെ